പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവമക്കളെ, സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം, നമ്മൾ നമ്മുടെ ആരോഗ്യം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും, ദേഹി ആത്മാവിന് ഒരു ഹെൽത്തി ലിവിങ് ആവശ്യമാണ്. നമ്മുടെ ശരീരം ദൈവം തന്ന മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് നാം നമ്മുടെ ശരീരത്തെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇറ്റ് ഷുഡ് ബി വിത്ത് റെസ്പെക്റ്റ് ആൻഡ് കെയർ ആസ് ദ ടെമ്പിൾസ് ദേ ആർ. വി ക്യാൻ ഹോണർ ദ സ്പിരിറ്റ് വിത്തിൻ us by eating healthily, exercising regularly, and finding ways to bring joy and peace into our lives. എന്നെക്കൊണ്ട് എപ്പോഴും ചെയ്യാൻ കഴിയാത്ത, ഞാൻ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന ഒരു ഏരിയയായ എൻ്റെ ശ്രോതാക്കളുമായി ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. എനിക്കതിന് കഴിയാതെ പോകുന്നു. ഈ ദിവസങ്ങളിൽ അതിന് ജയമെടുക്കേണ്ടതിന്, കർത്താവ് എന്നെ സഹായിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ ചിന്തകൾ എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എൻ്റെ അന്തരാത്മാവിലൊരു പ്രേരണ വന്നതിനാലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം നാം കഴിക്കണം. ബാലൻസ്ഡ് മീൽ കഴിക്കണം. റെഗുലർലി നാം എക്സസൈസ് ചെയ്യണം. കാരണം അതൊക്കെ നാം നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ബഹുമാനമാണ്. തീർച്ചയായും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമുക്ക് ഒരുമിച്ച് അതൊക്കെ അനുസരിപ്പാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ഗോഡ്. നമ്മുടെ ദിവസത്തിലെ സമയത്തിൽ നിന്ന് കുറച്ച് ഭാഗം നമുക്ക് എടുക്കുവാൻ കഴിയില്ലേ? അങ്ങനെ നാം എടുത്താൽ ദാറ്റ് മേക്സ് us ഫീൽ ഗുഡ്. ഒരു നടപ്പിന് പോകുന്നതോ അല്ലെങ്കിൽ റിലാക്സിങ് ബാത്ത് എടുക്കുന്നതോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ലതാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഒട്ടും റെസ്റ്റ് ചെയ്യാൻ ഞാൻ വിസമ്മതിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ചെയ്തു തീർക്കേണ്ടതൊക്കെ ചെയ്തെടുപ്പാൻ തക്കവണ്ണം ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു. നമ്മുടെ മെൻ്റൽ വെൽനെസ്സും സെൽഫ് കെയറും ഒക്കെ നല്ലത് തന്നെ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ദിവസം പോലും ഞാൻ ചെയ്യുന്ന ഈ ഡെയിലി ഡിവോഷനിൽ നിന്ന് മാറിയിരിക്കാനായിട്ട് ഇടയായില്ല. എൻ്റെ പ്രിയപ്പെട്ടവൻ പോലും ഒരു ദിവസം പറഞ്ഞു, ഇന്നൊരു ദിവസം വോയിസ് റെസ്റ്റ് കൊടുക്ക്, ഇടണ്ട. പക്ഷേങ്കിൽ എൻ്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ ഞാൻ തുനിഞ്ഞിറങ്ങിയത് മുതൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അതിൽ പരാജയം വരുത്താതെ ചെയ്യണമെന്നൊരാഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം. പോസിറ്റീവ് അഫർമേഷൻസ് നമുക്ക് നമ്മുടെ ഡെയിലി റൂട്ടീനിൽ നാം ഏറ്റെടുക്കണം. കർത്താവ് മുഖം മറച്ച് കളയത്തില്ല എന്നുള്ളത് നമുക്ക് നല്ലവണ്ണം അറിയാം, അല്ലേ? അപ്പോൾ നമ്മൾ ദൈവത്തെ പ്ലീസ് ചെയ്യുന്നവരായിട്ട് ജീവിക്കേണ്ടത് എത്രയോ ആവശ്യമാണ്. അത് നിങ്ങളൊക്കെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. 1 തിമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. 1 തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് 8. ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരം ആകുന്നു. ഫിസിക്കൽ ട്രെയിനിങ് നമ്മെ ഹെൽത്തി ആൻഡ് ഫിറ്റായിട്ടിരിക്കാൻ സഹായിക്കും. പക്ഷെ ദൈവഭക്തി ഉണ്ടല്ലോ,
അത് വളരെ വാല്യുബിളാണ്. കാരണം ഇൻറ്റഗ്രിറ്റിയും മൊറാലിറ്റിയും മറ്റുള്ളവരോടുള്ള കമ്പാഷനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രദർശിപ്പിച്ച് ജീവിക്കുവാൻ അത് നമ്മെ സഹായിക്കും. ഗോൾഡിനെസ്, ദൈവഭക്തി, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു രീതിയാണ്. അത് നമുക്ക് ശക്തി തരും. എന്തിനാണെന്നറിയാമോ? ടെംപ്റ്റേഷനെ റെസിസ്റ്റ് ചെയ്യാൻ, എന്നിട്ട് നിറവുള്ള അർത്ഥവത്തായ ഒരു ജീവിതം നയിപ്പാൻ. ഗോഡ്ലിനെസ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ കൺസെപ്റ്റാണ്. അതിനകത്ത് ദൈവവുമായിട്ടുള്ള ഒരു സ്ട്രോങ് കണക്ഷൻ, ദൈവം നമ്മെ ടീച്ച് ചെയ്തിരിക്കുന്ന ആ ടീച്ചിങ്സുമായിട്ട് ഒരേ ലൈനിൽ പോകത്തക്കവണ്ണമുള്ള ജീവിതചര്യ, അതെല്ലാം അതിനകത്ത് ഉൾപ്പെട്ടതാണ്. ജീവിതത്തിൽ അനേക അനുഗ്രഹങ്ങൾ അത് നമുക്ക് കൊണ്ടുവരും. ഇന്നർ പീസ്, ജോയ്, കണ്ടെൻമെൻറ്റ്, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ, ഭാവിയെക്കുറിച്ചൊരു പ്രത്യാശ, ആന്തരികമായിട്ട് ഒരു സമാധാനം, ഇതെല്ലാം നമുക്ക് തരും. അതുകൊണ്ട് ഗോഡ്ലിനെസ് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രയോറിറ്റി ആക്കി എടുത്തുകൊണ്ട് ദൈവത്തെ ഹോണർ ചെയ്യുവാനും അവനോട് അടുത്ത് ജീവിപ്പാനും ഒക്കെ നമുക്ക് കഴിയേണ്ടതിന് ദൈവസന്നിധിയിൽ ഉറച്ച തീരുമാനം എടുക്കാം. യെരമ്യാവ് 33 അധ്യായം അതിൻ്റെ 6 വാക്യം. ജെറമ്യ ചാപ്റ്റർ 33 വേഴ്സ് 6 ഇങ്ങനെ പറയുന്നു: ഇതാ, ഞാൻ രോഗശാന്തി ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ആ ഹീലിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് ഒരു സുരക്ഷിതത്വം കൊണ്ടുവരും, ഒരു കംഫർട്ട് കൊണ്ടുവരും. അറ്റ് ദ സെയിം ടൈം ആഴത്തിൽ നമുക്കൊരു സമാധാനവും സന്തോഷവും അത് തരും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ മുമ്പിൽ എന്തെല്ലാം നാം ഫേസ് ചെയ്യേണ്ടി വന്നാലും ഓർത്തോണേ, ദൈവം നമ്മെ സഹായിക്കാൻ വേണ്ടി നമ്മോടുകൂടെ ഉണ്ട്. നമുക്ക് ഹീലിംഗ് ആവശ്യമുള്ളപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ, അതെല്ലാം നമുക്ക് വേണ്ടി അവൻ തരും. ദൈവമക്കളെ, ബൈബിൾ വായിക്കാൻ മറക്കല്ലേ, പ്രാർത്ഥിക്കുവാൻ മറക്കല്ലേ. അതുപോലെ ദൈവത്തിൻ്റെ കൃപയിൽ വളരുവാൻ, പ്രാർത്ഥനയിൽ വളരുവാൻ തക്കവണ്ണമൊക്കെ മറ്റുള്ളവരുമായിട്ടുള്ള കൂട്ടായ്മയെ ഉപേക്ഷയായി കാണരുതേ. ദൈവം മിസ്റ്റീരിയസ് വേസിൽ വർക്ക് ചെയ്യും. പക്ഷേ എല്ലാം ഒന്നും പലപ്പോഴും നമുക്ക് മനസ്സിലാകത്തില്ല. ഹൗ, വൈ എന്നൊക്കെ ചോദിച്ചാൽ ചിലതൊന്നും നമുക്ക് മനസ്സിലായില്ലെങ്കിലും നമ്മൾ വളരെ ഉറപ്പോടെ വിശ്വസിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് കഴിയും, ദൈവത്തിന് നമ്മെ ഹീൽ ചെയ്യുവാൻ കഴിയും. അത് ഫിസിക്കലായിട്ടുള്ള കാര്യമാണെങ്കിലും മെൻ്റലായിട്ടുള്ളതാണെങ്കിലും സ്പിരിച്വൽ ഹീലിംഗ് ആയിട്ടുള്ളതാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുത്ത് നമുക്ക് സമാധാനവും പ്രത്യാശയും അവൻ കൊണ്ടുവരും. ദൈവമക്കളെ, ഏത് തരത്തിലുള്ള ഹീലിംഗാണ് കുഞ്ഞെ നിനക്ക് ആവശ്യം? അതുകൊണ്ട് ഓർത്തോണം, ഏത് തരത്തിലുള്ള ഹീലിംഗ് ആണെങ്കിലും അത് തരുവാൻ തക്കോണം നമ്മുടെ ദൈവം സർവശക്തൻ തന്നെ. യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, നമ്മൾ സകലത്തിലും സുഖവും ശുഭവും ആയിരിക്കുവാനാണ് നമ്മുടെ ദൈവത്തിന് ഇഷ്ടം. അതുകൊണ്ട് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് നിങ്ങൾ കാണണം. അതുപോലെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്തും നമ്മുടെ ഇംപ്രൂവ് ചെയ്ത് വരേണ്ടത് ആവശ്യമാണ്. വെൽനെസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫുൾ പാക്കേജാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുന്നതിന്, ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുന്നതിന്, റെഗുലർ എക്സസൈസിന് ഒക്കെ സമയം മാറ്റി വെക്കണേ. ഇനഫ് റെസ്റ്റ് ആവശ്യമാണ്, റിലാക്സേഷൻ ആവശ്യമാണ്. ഇതിനകത്തൊക്കെ ഞാൻ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കുറവ് വരുത്തിയിട്ടുണ്ടെന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. കർത്താവേ, ആരോഗ്യവും രോഗശാന്തിയും ഒക്കെ വരുത്തി തരുന്ന ഒരു ദൈവമുണ്ടല്ലോ, ആ നല്ല ദൈവം നമ്മുടെ സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യുവാനും നമ്മുടെ എനർജി ലെവലൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുവാനും, ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഓവറോൾ മൂഡ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുവാൻ സഹായിക്കുന്നവനാകിയാൽ നമുക്ക് അവനെ സ്തുതിക്കാം. അതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിനെ ഒരു പ്രയോറിറ്റി നാം കൊടുക്കണം. അത് നമ്മുടെ ജീവിതത്തിലൊരു വ്യത്യാസം കൊണ്ടുവരും. പ്രൈസ് ഗോഡ്. അത് ഒരു ഹെൽത്തി, ഹാപ്പി ആൻഡ് ഫുൾഫിൽഡ് ലൈഫ് നയിക്കാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ശരീരത്തിൻ്റെ ക്ഷീണങ്ങൾ,
പല വിധത്തിൽ അനുഭവിക്കുന്നവരുണ്ടല്ലോ, ഇമോഷണലായിട്ട് വീക്കായിട്ടിരിക്കുന്നവരുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് പല കാര്യങ്ങളിലും വേണ്ടതുപോലെ ദൈവത്തിനെ അനുസരിപ്പാൻ കഴിയാതെ പോയതൊക്കെ നീ ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന റെസ്റ്റ് തരണം, ആരോഗ്യം തരണം. എവിടെയൊക്കെ ശരീരത്തിന് കേടുപറ്റിയോ ക്ഷീണം പറ്റിയോ അതെല്ലാം മടക്കി പിടിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.